കാസർഗോഡ് ചെമ്മനാട് കോളിയിടുക്കത്ത് അച്ഛനെയും മകളെയും വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കാരണം കണ്ടെത്താനാകാതെ പോലീസ്. തൂങ്ങി മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മീപ്പുഗിരിയിലെ ഗണേശൻ, പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. ഒരേ ഹുക്കിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇതേ വീട്ടിൽ നേരത്തെ അച്ഛനും മകനും ആത്മഹത്യ ചെയ്തിരുന്നുവെന്ന വിവരം കൂടി പുറത്തു വന്നതോടെ സംഭവം വലിയ ചർച്ചയായിട്ടുണ്ട്. മീപ്പുഗിരി സ്വദേശിയും ചെമ്മനാട് താമസക്കാരനുമായ ഗണേശന്റെ മകൾ പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി വൈഷ്ണവി എന്നിവർ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസിന് ഇതുവരെ ഒരു കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം മറ്റ് അസ്വാഭാവികതയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇതിൽ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വീടിനകത്ത് ഒരേ ഹുക്കിൽ മകളെയും അതുപോലെ തന്നെ അച്ഛനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ മകളെ കാണാനില്ല എന്ന് ആദ്യം ഈ പിതാവ് പറയുന്നു. പിന്നീട് വീട്ടിൽ ഇങ്ങനെ മരിച്ച നിലയിൽ കാണുന്നു. അങ്ങനെ അയൽവാസികളോട് വിവരം പറയുകയും പിന്നീട് ഈ വീടിനകത്ത് കയറിയ ഗണേശൻ വാതിലടച്ച് അതേ ഹുക്കിൽ തന്നെ മകൾ തൂങ്ങി മരിച്ച അതേ ഹുക്കിൽ തന്നെ മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇതിൽ എന്താണ് ഈ വൈഷ്ണവിക്ക് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. മകൾ മരിച്ച ദുഃഖത്തിലാകാം ഈ ഗണേശൻ ആത്മഹത്യ ചെയ്തെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അപ്പോഴും വൈഷ്ണവിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിലാണ് ഇനി കണ്ടെത്തേണ്ടത്. ഏതായാലും സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വൈഷ്ണവിയുടെ അമ്മ ഒരു ഹോംലെസ്സായി കോഴിക്കോട് ജോലി ചെയ്യുകയാണ്. ഇവർക്ക് സഹോദരിയും അതുപോലെ തന്നെ ഒരു സഹോദരനുമുണ്ട്. സഹോദരി കുമ്പളിൽ വിവാഹം കഴിഞ്ഞ് അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. എന്തായാലും ഈ സംഭവത്തിൽ ദുരൂഹത ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതേ വീട്ടിൽ തന്നെ 2025 ആഗസ്റ്റ് ഇതേ മാസം അച്ഛനും അതുപോലെ തന്നെ ഒരു മകനും ആത്മഹത്യ ചെയ്ത സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ ചർച്ചാ വിഷയം ആവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്നാൽ ഇവരുടെ മരണത്തിൽ സംഭവം എന്താണെന്നുള്ളൊരു വ്യക്തത പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ വൈഷ്ണവിക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ കുടുംബത്തോടെയും അതുപോലെ തന്നെ അയൽവാസികളുടെ ഒക്കെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു മാസത്തിനിടെ 5-ലധികം പേരാണ് ആത്മഹത്യ ചെയ്ത സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് പ്രതിശ്രുത വരനും വധുവും ഇങ്ങനെ ആത്മഹത്യ ചെയ്തത്. അതിന് തൊട്ട് മുൻപാണ് കാസർഗോഡ് കലക്ടറേറ്റിലെ ജീവനക്കാരി ആശാലത ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടത്. അതോടൊപ്പം ഈ മുക്കൂടാണ് മറ്റൊരു സംഭവം ഉണ്ടായത്. മുക്കൂട് ഐജയുടെ നേരത്തെ വിവാദമായ ഒരു സംഭവമാണ്. ഐജ ഈ പരീക്ഷ സംഭവവുമായി ബന്ധപ്പെട്ട് നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ജീവനൊടുക്കുകയായിരുന്നു. ഐജിയുടെ സഹോദരൻ അർജുനാണ് ഇത്തരത്തിൽ മംഗളൂരുവിൽ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അങ്ങനെ ഇത്തരത്തിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ മാസത്തിനിടെ തന്നെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലെല്ലാം പോലീസിന് കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതിൽ കൃത്യമായൊരു വ്യക്തത എന്താണ് ഇങ്ങനെ ഒരു ആത്മഹത്യ കാരണം എന്ന് കണ്ടെത്തിയാൽ ഒരു പക്ഷേ ഇത്തരത്തിൽ വലിയ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കും ഒരു പക്ഷേ കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകാൻ സഹായകരമാകും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഗണേശനും വൈഷ്ണവിയും ജീവനൊടുക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.